കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ കൂടി ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഫാദർ. ഇപ്പോൾ നമ്മൾ ക്ലിമിസ് കാത്തോലിക്ക ബാവയുടെ പ്രതികരണം കേൾക്കുകയായിരുന്നു. വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ ആശങ്കകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല ഈ നിയമ ഭേദഗതി എന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. പക്ഷേ ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും ഈ പുതിയതായി കൊണ്ടുവന്ന ബില്ല് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ മതന്യൂനപക്ഷങ്ങളെ പൊതുവായും വളരെയധികം ആശങ്ക ഉളവാക്കുന്ന വിധത്തിലുള്ള ഒരു ബില്ലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിർബന്ധിത മതപരിവർത്തന നിയമത്തും കൊണ്ട് ഇതിനോടകം തന്നെ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ വളരെ മധുരതരമായ പേരാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിനോടകം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമുണ്ടായ മതന്യൂനപക്ഷങ്ങളുടെ മേലുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ FCRA നിയമങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ പരിഷ്കരിക്കുന്നു എന്ന് കൃത്യമായി പറയുവാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. ഒരു നിയമം പരിഷ്കരിക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ അപാകത ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ പരിഷ്കരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുവരെ രാജ്യത്ത് നിലവിലിരുന്ന FCRA നിയമത്തിൽ എന്ത് കുറവായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഗവൺമെൻറ് കൃത്യമായി തുറന്നു പറയണം. ഈ പുതിയ നിയമത്തിലെ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന വഴി വലിയ ആശങ്ക ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിന് നിയമവാഴ്ചയെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ സാധിക്കും. ഒരു ഉദ്യോഗസ്ഥ ഇവിടുത്തെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ മേൽ ഏത് നിമിഷവും നടപടിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളെ തമസ്കരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സാധ്യത ഇതുവഴി തെളിഞ്ഞു വരികയാണുള്ളത്. ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ ഗവൺമെൻറ്റിനും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന പണം ഏത് തരത്തിൽ ചെലവഴിച്ചുവെന്ന് വളരെ കൃത്യമായ കണക്കുകൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല FCRAയിലൂടെ ലഭിക്കുന്ന പണം ആ ലഭിച്ച പണത്തിൻ്റെ ഉദ്ദേശത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇതേ ഗവൺമെൻറ് തന്നെയാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അവരത് വളരെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കണം തിടുക്കപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂടിയാലോചനയും ഇല്ലാതെ ക്രൈസ്തവ സഭകളുമായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായോ ഒന്നും ഒരു ചർച്ചയും നടത്താതെ പെട്ടെന്ന് ഇത്തരത്തിലൊരു ഭേദഗതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? മാത്രമല്ല ഫാദർ ഫിലിപ്പ് കവീൽ ഇതിലിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം ആരാധനാലയങ്ങളുടെ നിയന്ത്രണം പോലും ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കൂടി ഏറ്റെടുക്കാം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ഇത് മതപരമായ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ഖനിക്കുന്ന ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയേണ്ടതില്ല. കാരണം തുടർച്ചയായി വരുന്ന ആക്രമണങ്ങൾ, അതിനെതിരെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന വളരെ തണുത്ത നയങ്ങൾ, ബോധപൂർവമായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന നിയമനിർമ്മാണങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഭരണഘടന അനുവദിക്കുന്ന ആർട്ടിക്കിൾ 25 അനുവദിക്കുന്ന ആ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഖനിക്കുകയാണെന്ന് നമുക്കറിയാം. ആർക്കും ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. അത് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ആ മതവിശ്വാസം പാലിക്കുന്നതോടൊപ്പം അത് പ്രചരിപ്പിക്കാമെന്ന് കൂടി ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണം കൂടിയായിട്ട് ഇത് കാണേണ്ടി വരും. പക്ഷേ ഇവിടെ ഞങ്ങൾ ആശങ്കപ്പെടുന്നത്, ഞങ്ങൾ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി ഉൾനാടൻ പ്രദേശങ്ങളിലെ സ്കൂളുകൾ, ആതുരാലയങ്ങൾ ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ട് ഇവരെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണക്കാരന് വിദ്യാഭ്യാസം ലഭിച്ചാൽ, അവന് വിവരമുണ്ടായാൽ അവൻ ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുമെന്നുള്ളത് ഭരണപക്ഷത്തെ ഭയപ്പെടുത്തുന്നുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുപോലെ ഈ നാട്ടിൽ നിലനിന്നിരുന്ന ചാതുർവർണ്ണ്യത്തിനെതിരായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് ബോധോദയമുണ്ടായതെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ സാധാരണ പാവപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസം ലഭിച്ചാൽ, അവർക്ക് അറിവ് ലഭിച്ചാൽ അവർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാകും എന്നത്
ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ അതാണ് ഫാദർ സാധിക്കില്ല. ഫിലിപ്പ് കവീൽ അതുകൊണ്ട് നമ്മൾ ബോധപൂർവം കഴിഞ്ഞ ഇത്തരമുള്ള കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന ന്യൂനപക്ഷ വേട്ട അത് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് പോലും നമ്മൾ അത് കണ്ടതാണ്. ഛത്തീസ്ഗഡിൽ നമ്മുടെ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ നടപടികളൊക്കെയും കണ്ടതാണ്. ആ രീതിയിൽ ഒരു ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട്. അത് കൃത്യമാണ്, വ്യക്തമാണ്. അതിനിടയിൽ കൂടി ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൂടി വരുമ്പോൾ അത് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ത് എന്നുകൂടി ബോധ്യമാവുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ നിയമ ഭേദഗതിയിലൂടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ മതന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുവാൻ ഗവൺമെൻറ് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നതാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ആ ബില്ലിലെ വിവിധ വശങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചാൽ അത് കൃത്യമായി വ്യക്തമാകും. ഈ ബില്ല് വഴി വരാൻ പോകുന്ന അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഏത് സമയത്തും ഏത് സ്ഥാപനത്തെയും പിടിച്ചെടുക്കാൻ സാധിക്കും. ഒരു FCRA അക്കൗണ്ട് അവർക്ക് ഒരു കാരണവും കൂടാതെ നിഷ്കരണം അത് റദ്ദാക്കുവാൻ സാധിക്കും. അതിൻ്റെ അനുഭവം എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ എത്രയോ FCRA അക്കൗണ്ടുകൾ ഇവർ റദ്ദാക്കി അല്ലെങ്കിൽ വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുന്നു, അംഗീകാരം കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ചെറിയൊരു തുക ലഭിച്ചതാണെങ്കിൽ പോലും അതുവഴി പടുത്തുയർത്തിയ സ്ഥാപനങ്ങളെ ഇവർക്ക് പിടിച്ചെടുക്കാമെന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അത് അരാജകത്വമല്ലേ, ജനാധിപത്യ വിരുദ്ധമല്ലേ? 95% തദ്ദേശീയമായ പണം കൊണ്ട് സൃഷ്ടിച്ച സ്ഥാപനങ്ങളെ 5% വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? അതുമാത്രമല്ല, ഈ വിദേശ സഹായം എന്ന് പറയുന്നത് ഞങ്ങൾ ഉദാഹരണത്തിന് ക്രൈസ്തവ സാഹോദര്യത്തിൽ അതൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡാണ്. അപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഗൾഫിലോ എവിടെയെങ്കിലും ഉള്ള നമ്മുടെ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവർ മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കുന്ന പണം ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലെന്താണ് തെറ്റുള്ളത്? ഈ ഗവൺമെൻറ് തന്നെ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ എത്രയോ വിദേശ യാത്രകൾ നടത്തുന്നു. അദ്ദേഹം അവിടെ ചെന്ന് ചോദിക്കുന്നത് എന്താണ്? ഇന്ത്യയെ പണം നൽകി സഹായിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ലേ? വിവിധ പദ്ധതികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നില്ലേ? അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി സഭ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അതിൽ ദുരുദ്ദേശപരമായ ലക്ഷ്യങ്ങൾ കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്, ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് തുറന്നു പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ശരി, വളരെ നന്ദി. കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീലാണ് നമ്മോടൊപ്പം ചേർന്നത്. ക്രൈസ്തവ സഭകൾ ആശങ്കയോടെ തന്നെ തുടരുകയാണ്. FCRA നിയമ ഭേദഗതി അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടെ